ഇവനാണെന്ന് നമ്മളെ കഥയിലെ കഥാപാത്രം, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മീൻ തല. നമുക്കിന്നൊരു അടിപൊളി തലക്കറി വെച്ചാലോ? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാൻ, ദിസ് ഇസ് ഷാസിയാസ് ഫാമിലി. ആദ്യം ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവട്ട് പൊട്ടിക്കുക. ഉലുവട്ട കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഉലുവൻ്റെ ചൊയ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കി കളി. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കോ കമൻറ്റോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടി പറയണ്ടേ. എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കുക. ഈ കറിവേപ്പില ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത് ഇടാൻ പോണത് ഉള്ളിയാണ്. ഒരു ഉള്ളി ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കണം. കുറച്ച് തോന തല കഷ്ണങ്ങളുണ്ട്, അതാണ് ഒരു ഉള്ളി എടുത്ത്, അല്ലെങ്കിൽ ഒരു പകുതി ഉള്ളി മതി. അതിട്ടിട്ട് നല്ല ഉപ്പിട്ടിട്ടത് ഇപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം ഉപ്പിട്ട് വഴറ്റണം, മൂടി വെക്കണം എന്നൊക്കെ. അതേപോലെ ഒന്ന് ചെയ്യുക. പിന്നല്ലേ വീഡിയോക്ക് ഒരു രസമായിക്കോട്ടെ വെച്ചിട്ടാണ് കരിവേപ്പില എന്നൊക്കെ പറയാം. നമ്മളെ വീട്ടിലൊക്കെ കരിവേപ്പിൻ്റെ ഇല എന്നൊട്ടാ പറയുക. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ രസമായിരിക്കും. നമ്മൾ കോഴിക്കോട്ടുകാരൊക്കെ അങ്ങനെ പറയാം. എല്ലാവരും ആണോന്ന് അറിയില്ല, എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് പറയുക. എന്നിട്ട് ഈ മൂടി വെച്ച് ഒന്ന് വയൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താക്കുക, പച്ചമുളക് എടുത്ത് വെച്ചിരിക്കണം, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒന്നും ഇങ്ങോട്ട് വഴന്ന് വരുന്ന ടൈമിന് നമുക്ക് ഒരു തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കണം, ആ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത്. തക്കാളി ഒന്നും ഇങ്ങോട്ട് വഴന്ന് വന്നോട്ടെ, അപ്പം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാവരും എടുക്കണ തലൻ്റെ അല്ലെങ്കിൽ മീനിൻ്റെ പാകത്തിനനുസരിച്ച് എടുത്താൽ മതി എല്ലാ ഇൻഗ്രീഡിയൻസും. ഇപ്പം അത് നമ്മൾ അരിഞ്ഞ് വാട്ടിയെടുത്തിട്ടുള്ള എല്ലാ പച്ചക്കറിയും നല്ലോണം വെന്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവില്ലേ? അത് നന്നായിട്ടൊന്ന് വാട്ടി നല്ലോണം വെന്ത് വന്നിക്കണ്, എല്ലാം നല്ലോണം ഉടഞ്ഞ് വന്നിക്കണ്. ഇനിയാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോണത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നാണ് പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയാണ് പ്രധാന പരിപാടി, മിക്സ് ചെയ്യുക എല്ലാം കൂടി. ഈ വെളിച്ചെണ്ണയിലും ആ ഉള്ളി തക്കാളിയിലൊക്കെ ഈ പൊടികൾ നല്ലോണം കൂടി ചേർന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം, ഈ പൊടീൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി പുളി വെള്ളത്തിലിട്ട് വെച്ചിനി അത് പിഴിഞ്ഞെടുത്തിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ തലക്കറിയാണ്, ഒരു കുറച്ച് നമ്മൾ സാധാരണ മീൻ കറിക്ക് എടുക്കുന്ന പുളീനെക്കാട്ടും ഇത്തിരി കൂടുതലെടുത്തിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചാൽ അത് നല്ലോണം പിഴിഞ്ഞെടുത്ത പുളിവെള്ളം അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. കറി നല്ലോണം തിളച്ച് വന്നിക്കണ്, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിക്കണ്. ഇനിയാണ് ഇതിൽ നമ്മളെ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മീൻതല നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത്. മീൻതല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ ആയിരിക്കും കൂടുതൽ സൗകര്യം ഇട്ട് കറിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ. എനിക്ക് കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വാങ്ങായിരിക്കും നല്ലത്. കറിയിൽ ഇട്ടാലും കഴിക്കാനൊക്കെ നമുക്ക് എളുപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കും. ആ കഷ്ണങ്ങളൊക്കെ ഇട്ടെടുത്ത് ഞാൻ മൂടി വെച്ച് വേവിച്ചിന്. അതിൽ നിന്ന് ഞാൻ നല്ലോണം വെള്ളം ഇറങ്ങിക്കണ്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുത്ത് മല്ലിയില വേണ്ടിയവർക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂടി വെച്ച് തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള കറി ആയിരിക്കും. പിന്നെ സാധാ മീൻ പോലെ ആയിരിക്കില്ല ഈ തലേൻ്റെ വേവ്, കുറച്ചധികം വേവ് ഉണ്ടാവും. അത് കുറച്ചധികം നേരം തിളപ്പിച്ചെടുത്ത് നമ്മളെ പാകത്തിനനുസരിച്ച് കറീൻ്റെ അളവ് കൂട്ടിയെടുക്കുക. കറി വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വറ്റിയ ചാറ് വേണമെങ്കിൽ അങ്ങനെ. ഇതും നല്ല പൂള പുഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഈ തല മുളകിട്ട കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റൊക്കെ ചെയ്യട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയേ.